നമുക്കിനി പോകേണ്ടത് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാനാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ അടുത്ത് നിന്ന് അർജുൻ കല്യാടാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞതുപോലെ തന്നെ ബോംബ് തന്നെയാണ് ഇന്നലെ രാത്രി പൊട്ടിച്ചത്. അതും പുലർച്ചെ 1 മണിക്കൊക്കെ പൊട്ടിച്ചിട്ട് എപ്പോഴാ ഉറങ്ങിയേ? സുജിയ, രാവിലെ പുലർച്ചെ ഒരു 2 മണി 3 മണിയായി വീട്ടിൽ നിന്ന് ഉറങ്ങാൻ വേണ്ടി. 5 മണിയോടുകൂടി അമ്മ വിളിച്ചെഴുന്നേറ്റു, കണി കണ്ടു, നേരെ പറശ്ശിനിക്കടവിലേക്ക് പോന്നു. കണ്ണൂരുകാരെ സംബന്ധിച്ച് പറശ്ശിനിക്കടവ് ഒരു വൈകാരികമായിട്ടുള്ള ഒരു വിശ്വാസ കേന്ദ്രം കൂടിയാണ്. നിരവധിയായിട്ടുള്ള തീർത്ഥാടകർ രാവിലെ മുതൽ തന്നെ ഈ പറശ്ശിനിക്കടവിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ വിഷുക്കോടി അണിഞ്ഞ് കൈനീട്ടമൊക്കെ വാങ്ങി വീട്ടിൽ നിന്നും കണിയൊക്കെ കണ്ടാണ് ഇവിടത്തേക്ക് എത്തിയത്. ഇനി പ്രധാനമായിട്ടും പറശ്ശിനിക്കടവിലുള്ള വന്നു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്രത്തിൽ കയറുക, മുത്തപ്പനെ കാണുക, അതിനുശേഷം ഒന്ന് ബോട്ട് യാത്രയൊക്കെ നടത്തുക. ഇതിനടുത്ത് ചില ഫുഡൊക്കെ കിട്ടുന്ന നല്ല ഒന്നാം തരം ഭക്ഷണമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിനോദങ്ങൾ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. ആ ചേട്ടന്മാരൊക്കെ രാവിലെ തന്നെ ഏട്ടാ വിഷുക്കോടിയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ഫോട്ടോക്കെ എടുത്തോ? എടുത്തെടുത്ത്. ഇനി എന്താ പരിപാടി? ഇനി ഇവിടുന്ന് പ്രസാദം കഴിച്ചിട്ട് പോകും. ഉച്ചക്ക് അല്ലല്ല ഇവിടെ രാവിലെ തന്നെ പിന്നെ ഈ പയറും ചായയൊക്കെ ഇവിടുന്ന് കഴിക്കാം. അതെ, ഓക്കെ. എല്ലാ വിഷുവിനും വിഷു ഓണത്തിന് വരും. അതാണ്, അതായത് വിഷുവിനും ഓണത്തിനൊക്കെ കണ്ണൂരുകാർക്ക് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം മുത്തപ്പനാണ്. അതെ അതെ. നിങ്ങളെവിടെയാ? ചമ്മാടം. വിഷുവിനും ഓണത്തിനൊക്കെ വരാറുണ്ട്. വരുന്നുണ്ട്. വിഷു അടിപൊളിയാണ്. വിഷുവിനും ഓണത്തിനും നമ്മൾ രാവിലെ ഉണ്ടാവും. സുജിയ, ഒരാളെ ഒരു 2 കുഞ്ഞതിഥികളെ നമുക്ക് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ ആത്മീയ കുട്ടി, നമ്മുടെ വീഡിയോ ചാനൽ സ്ലിമേഷ് ചെറുവയശ്ശിയുടെ മകളാണ്. ആത്മീയ എന്തുണ്ട്? അച്ഛൻ ഡ്രസ്സൊക്കെ വാങ്ങി തന്നോ? അച്ഛൻ വാങ്ങി തന്ന ഡ്രസ്സാണോ ഇത്? അല്ല. അതെവിടെ? അത് വീട്ടിലുണ്ട്. കൈനീട്ടൊക്കെ കിട്ടിയില്ലേ? അച്ഛൻ തന്നില്ലേ? അടിപൊളിയാണ് വിഷു അല്ലേ? ഇത് ലിമേഷ് ചേട്ടന്റെ സഹോദരന്റെ മോളാണ്. ഹലോ, പടക്കം പൊട്ടിച്ചാ? പൂക്കുത്തിനിയും കമ്പിത്തിരിയൊക്കെ പൊട്ടിച്ചോ? കഴിഞ്ഞ വിഷുവിന് നമ്മൾ പിന്നെ പടക്കമൊക്കെ വാങ്ങി ലിമേഷേട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് അവിടെ നിന്നാണ് പൊട്ടിച്ചത്. അന്ന് ഞാൻ ഇതേപോലെ പടക്കം പൊട്ടിച്ച് എറിയുന്ന കണ്ട് പേടിച്ച് കുറേ കാലം എന്നോട് മിണ്ടാതെ നടന്ന കക്ഷിയാണ് അല്ലേ? എന്നോട് മിണ്ടാതെ നടന്നില്ലേ? എന്തായാലും ഇവരുൾപ്പെടെ ഇവിടെ പറശ്ശിനിക്കടവിലേക്ക് എത്തിയിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്ക് രണ്ടുപേർക്കും എന്റെയും റിപ്പോർട്ടറിന്റെയും വിശ്വാസം മറക്കണ്ട. കുഞ്ഞിമംഗലം എന്ന് വന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. എന്താ വിഷു ഒക്കെ ആഘോഷിച്ച് തുടങ്ങിയോ? വീട്ടിൽ നിന്ന് കണി കണ്ട് അതിനുശേഷം ഇങ്ങോട്ട് വന്നാണ്. നമുക്കവിടെ മല്യോട്ട് പാലോട്ട് അവിടെ പോയി കണി കണ്ടു രാവിലെ. അവിടെയൊക്കെ എല്ലാ അമ്പലത്തിൽ പോയാലും കണ്ണൂരുകാർക്കും മുത്തപ്പൻ്റെ അടുത്ത് എത്തണം. എന്തുണ്ട് വിഷു ഒക്കെ? കൈനീട്ടൊക്കെ കിട്ടിയോ? കൊറേ പൈസ കിട്ടിയോ? ആരാ ആദ്യം കൈനീട്ടം തന്നാരാ? അച്ഛനാണോ തന്നേ? അടിപൊളി. രാവിലെ കൈനീട്ടൊക്കെ കൊടുത്തു. ഇപ്പൊ ബോട്ടിലൊക്കെ കറങ്ങണം, വന്നതേ ഉള്ളൂ. നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ തന്നെ കാണാം. അതായത് ഈ പറശ്ശിനിക്കടവ് അമ്പലം വളപട്ടണം പുഴയുടെ തീരത്താണ്. ഈ വളപട്ടണം പുഴയിൽ ഇങ്ങനെ ഒരു വിഷുവിൻ്റെ ഭാഗമായി ഇവിടെ എത്തി എല്ലാവരും തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ബോട്ട് യാത്രയൊക്കെ നടത്തി ഒന്ന് ഒരു മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി ഒന്ന് കുളിർമയാക്കിയാണ് ഇവിടെ നിന്ന് മടങ്ങുക. അമ്പലത്തിൽ വന്ന് മുത്തപ്പനെ കാണുന്നതിനോടൊപ്പം തന്നെ ഈ വളപട്ടണം പുഴയുടെ സഞ്ചാരം നടത്തിയാണ് എല്ലാവരും മടങ്ങുക എന്നുള്ളതാണ്. എവിടുന്നായിരുന്നു അർജുൻ? ആ വിഷു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രം, അതോടൊപ്പം തന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ള പ്രകൃതി നൽകുന്ന കാഴ്ച, പ്രകൃതിയിലേക്ക് നോക്കുക എന്നതാണല്ലോ. പ്രകൃതി തന്നെ കണിയൊരുക്കുന്നതാണ്, കൊന്നപൂത്ത് നിൽക്കുന്നത്. ആ കണിക്കൊന്നയാണ് നമ്മൾ വീട്ടിൽ ഓട്ടുരുളിക്ക് മുന്നിൽ, കൃഷ്ണവിഗ്രഹത്തിന് മുന്നിലൊക്കെ വെക്കുന്നത്. അപ്പോൾ പ്രകൃതി തന്നെ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച നൽകുന്നു. ഒരു കുഞ്ഞി മോളുണ്ടല്ലോ അടുത്ത്. ഇത് നമ്മുടെ ഒരു സുഹൃത്താണ്, ശിശിൽത്തേനായി. നേരത്തെ വന്നോ? ഇപ്പൊ വന്നോ? ഒരു സഖാവാണ്, പക്ഷേ മുത്തപ്പനെ വിടാൻ പറ്റില്ല അല്ലേ? എന്തായാലും അടിപൊളി. വിഷുവിന് എന്തൊക്കെ ഇനി പരിപാടി? വിഷുവിന് നാട്ടിലെ പരിപാടികൾ, വിഷു സദ്യ, ഉച്ചക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കി വരുന്നു വീട്ടിൽ നിന്ന്. വൈഫാണ്? വൈഫുണ്ട്. ഭക്ഷണ പരിപാടിയൊക്കെ റെഡിയായോ വീട്ടില്? ആയിക്കൊണ്ടുവരുന്നു. പകുതിക്ക് വെച്ചിട്ടാ വന്നേ. എല്ലാം റെഡിയാണ്. ഹലോ, അച്ഛൻ കൈനീട്ടൊക്കെ തന്നേനോ? ആന്ന് പറയുന്നില്ല, നീ കൊടുത്തിട്ടുണ്ടോ? കണ്ണോ അച്ഛൻ കൈനീട്ടം തന്നിനോ? കൈനീട്ടൊക്കെ വാങ്ങി. ആ പണക്കത്തിലാണോ? രാവിലെ തന്നെ കലിപ്പ് മോഡല്ലേ? കലിപ്പിലാണ്.
അർജുൻ ഒരു കോംപ്ലിമെന്റ് പറയട്ടെ. അർജുൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്. നിവിൻ നമ്പ്യാർ പറയുന്നു അർജുൻ കല്യാടിന്റെ ഷർട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന്. കുറെ കല്യാട് ഫാൻസ് കുറെ പേര് കമന്റ് ബോക്സിൽ നിറഞ്ഞിട്ടുണ്ട്. പാട്ടുകുടുംബം അർജുൻ ഹാപ്പി വിഷു എന്ന് പറയുന്നു. പിന്നെ അതുപോലെ കുറെ പേരുടെ സന്ദേശങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അർജുനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അതോടൊപ്പം എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കൈനീട്ടം മറക്കരുതെന്ന്. അർജുൻ ഫോണൊക്കെ ഒന്ന് നോക്കിക്കോളൂ. അർജുൻ അപ്പോൾ ഹാപ്പി വിഷു. ഇനിയിപ്പോൾ ഇന്നലെ പടക്കം പൊട്ടിച്ചതുപോലെ ഇന്നത്തെ ദിവസം മൊത്തം വാർത്തകളൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിതറട്ടെ, പൂക്കുറ്റി പോലെ വരട്ടെ കേട്ടോ. ഞാനതൊരു പരാതിയായി പറയാനിരിക്കുകയായിരുന്നു. അതായത് രാവിലെ തന്നെ എല്ലാവരോടും നമ്മൾ കൈനീട്ടം പറ, സുജിയുടെ കൈനീട്ടം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതി കൂടി പറയായിരുന്നു. ആ പരാതി തീർത്തിട്ടുണ്ട്. പരാതി പറയുന്നതിന് മുന്നേ പരിഹരിച്ചു. അതാണ് ഞാൻ. ആണോ? അടിപൊളി, അതെനിക്ക് ഇഷ്ടമായി. എന്തായാലും പ്രേക്ഷകർ ഒരുപാട് പേര് നമ്മളെ പിന്നെ കാണുന്നു, നമ്മുടെ നല്ല വാക്ക് പറയുന്നതൊക്കെ വളരെയധികം സന്തോഷമാണ്. അവരോടൊക്കെ എല്ലാവരോടും, എന്നെ സ്നേഹിക്കുന്ന റിപ്പോർട്ടറിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും റിപ്പോർട്ടർ കണ്ണൂർ ബ്യൂറോയുടെ ഒരു ഹാപ്പി വിഷു അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നേരെ ലിമേഷ് ചെറുപഴശ്ശി, നമ്മുടെ സാരഥി, എല്ലാവരും അടങ്ങുന്ന കണ്ണൂർ ഫാമിലിക്ക് നമ്മുടെ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്നുമുള്ള ഹാപ്പി വിഷു. അർജുൻ വീണ്ടും എത്തണം. കുറേ വിഷു കാഴ്ചകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്.